ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. ഈ അടക്കാൻ പറ്റാത്തതിന്റെ കാര്യം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എൻ്റെ ഭാഷ പറഞ്ഞ ആർക്കും അവന് ഒതുങ്ങത്തില്ല. പാസ്റ്റർമാർക്ക് ഒതുങ്ങത്തില്ല, വീട്ടിലുള്ളവർക്ക് ഒതുങ്ങത്തില്ല. എന്താ കാര്യം? എന്താ? അവൻ്റെ ദേഹത്ത് എന്തുകൊണ്ട്? നിങ്ങൾ വായിച്ചില്ലേ? അവൻ്റെ ദേഹത്ത് എന്തുകൊണ്ട്? നിങ്ങളിത് വായിച്ചോ ഇല്ലയോ എന്ന് അറിയാനായിട്ടാണ് ഞാനിത് ചോദിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. വായിച്ച ഭാഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഗദരദേശത്ത് യേശു വന്നു. ഗദരദേശം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടെറിട്ടറിയാ, ഒരു പ്രത്യേക സ്ഥലമാണ്. ഇപ്പം ഞാൻ മാവേലിക്കരയിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്നു, നിങ്ങൾ ഇവിടെ നിന്ന് കൊട്ടാരക്കരയ്ക്ക് പോയി. ഓരോ ടെറിട്ടറിയാണ്. ഈ ടെറിട്ടറിയെ കുറിച്ചുള്ള ദൂതാണ് ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കുന്നത്. ഈ ടെറിട്ടറി മേലെ എന്തൊക്കെ വ്യാപാരങ്ങളുണ്ടെങ്കിലും ദൈവവചനം അതിനെ ചുഴറ്റി ദൂരെറിയും. ഹല്ലേലൂയ. ബൈബിളിൽ അൺസീൻ എനിമി എന്ന് പറയുന്ന ഒരു വ്യക്തിത്വമുണ്ട്. എന്ന് പറഞ്ഞാൽ കാണാൻ വയ്യാത്ത ഒരു ശത്രു നിനക്കുമുണ്ട്. കാണാൻ പറ്റത്തില്ല, അദൃശ്യമായ ഒരു ശക്തിയാണ്. അവൻ്റെ പേരാണ് ഇവിടെ വായിക്കുന്നത്. അശുദ്ധാത്മാവെന്ന് പറയാം, രോഗാത്മാവെന്ന് പറയാം, ദുരാത്മാവെന്ന് പറയാം. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. സാത്താൻ എന്ന് പറയാം. എന്താണെങ്കിലും നമ്മുടെ ഈ ടെറിട്ടറിയിൽ വ്യാപരിക്കുന്ന സ്വതന്ത്രം ഏതിരുട്ടിന്റെ ശക്തിയാണെങ്കിലും ദൈവവചനം കൊണ്ടും അഭിഷേകം കൊണ്ടും കർത്താവ് ഇന്ന് ആ ഏറിയയിൽ തമ്പുരാൻ അതിനകത്തൊരു വിടുതൽ ഇന്ന് കർത്താവ് കൽപ്പിക്കും. എത്ര പേർക്ക് സന്തോഷമുണ്ടോ? നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തെ 99 വിഷയവും ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിനെ ആരൊക്കെ അറ്റാക്ക് ചെയ്യുന്നോ അവൻ തിരിച്ചറ്റാക്ക് ചെയ്യും. ഇപ്പം ഞാൻ ഈ പിശാചിനെ എതിർക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യും. ഇങ്ങോട്ടെങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത്? പല രീതികൾ. ചിലപ്പം രോഗമിടാൻ നോക്കും, ചിലപ്പം പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കും, മിനിസ്ട്രിക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അപവാദങ്ങൾ പറഞ്ഞ് പരത്തും. ബൈബിളിൻ്റെ അകത്തുള്ളതല്ലേ സ്വതന്ത്രം. നമ്മുടെ സഹോദരന്മാരെ രാപകൽ, ബാക്കി നിങ്ങൾ പറഞ്ഞോട്ട് സ്വതന്ത്രം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ സഹോദരന്മാരെ രാപകൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ടുവല്ലോ എന്ന് പറഞ്ഞാൽ അവൻ്റെ ജോലി എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. എന്നെ കുറിച്ച് പറയും, നിന്നെ കുറിച്ച് പറയും. ഇന്ന് രാവിലെ പറഞ്ഞു കാണാം, അവള് പോയിരിക്കുക, ബൈബിളും ഒക്കെ എടുത്തോണ്ട് പോയിരിക്കുക, കൈകൊട്ടാൻ പോയിരിക്കുക, പെന്തക്കോസ്തി ചേർന്നിരിക്കുക. ഹല്ലേലൂയ. അവളുടെ ഭർത്താവും കൂടെ എടാ, ആരെന്തൊക്കെ പറഞ്ഞാലും ഇന്ന് ദൈവത്തിന്റെ ആത്മാവി ഞാനൊരു കാര്യം പറയാം. ബൈബിളിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നേ. സ്വതന്ത്രം. നമ്മുടെ സഹോദരന്മാരെ രാപകൽ സ്വതന്ത്രം കുറ്റം ചുമത്തുന്ന അവന്റെ പേര് അപവാദിയെ തള്ളിയിട്ടുവല്ലോ. ഹല്ലേലൂയ. എന്നെ കുറിച്ച് എന്തെല്ലാം പറയും? ദൈവത്തിന്റെ വചനവുമായിട്ട് ഇറങ്ങിയവർക്കെതിരെ എന്തും പറയാൻ പിശാചിന് ഒരു പ്രയാസവുമില്ല. പക്ഷെ ഇന്നൊരു കാര്യം ഓർത്തോണം സ്വതന്ത്രം. അവരുടെ ആ പിശാചിന്റെ മുമ്പിൽ വെച്ച് നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രോഗികൾ ഇതിനകത്ത് സൗഖ്യമാകും, ബന്ധനസ്ഥർ വിടുതൽ പ്രാപിക്കും, ഭൂതങ്ങൾ വിട്ടുപോകും, അഭിഷേകത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കും. ഞാൻ പറയുക, പിശാചെന്ന് സുള്ളിടാൻ പോവുക യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. നിന്നോട് എതിർക്കുന്ന സാത്താനിക വ്യാപാരങ്ങൾ